പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്താവ് നമ്മെ നടത്തുന്ന വഴികൾക്കായിട്ട് സ്തോത്രം. നമ്മുടെ രാവിലെകളൊക്കെ പലപ്പോഴും നാം ബിസി ആയിട്ടങ്ങ് പോകാറുണ്ട്, അല്ലേ? അങ്ങനെ വരുമ്പോൾ എന്താ പറ്റുന്നത്? ഓരോ രാവിലെ കാലവും നമുക്ക് സന്തോഷത്തെക്കറിഞ്ഞും കൂടുതൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സ്ട്രെസ്സായിരിക്കും, അല്ലേ? പക്ഷേ എങ്ങനെ നമുക്ക് നമ്മുടെ പകൽക്കാലത്തെ മോർണിംഗ് ടൈമിനെ റീക്ലെയിം ചെയ്തിട്ട് ദൈവവുമായിട്ട് അല്പസമയം ചെലവഴിച്ച് സന്തോഷത്തോടെ ബാക്കിയുള്ള ദിവസം കഴിപ്പാനായിട്ട് കഴിയും? പ്രൈസ് ഗോഡ്. ഈ നാളുകളിൽ അതിനുവേണ്ടി നാം സമയം കണ്ടെത്തണം, ഉത്സാഹിക്കണം. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനം 143:8, സാം 143:8. രാവിലെ നിൻ്റെ ദയ എന്നെ കേൾക്കുമാറാക്കണമേ. ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നുവല്ലോ. ഞാൻ നടക്കേണ്ടുന്ന വഴി എന്നെ അറിയിക്കണമേ. ഞാൻ എൻ്റെ ഉള്ളം നിങ്കലേക്ക് ഉയർത്തുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാവിലെ കാലം ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞ് ഫ്രഷായിട്ട് 6 to 7 ഞങ്ങളുടെ ചേർച്ചിൻ്റെ പ്രയർ സ്ലോട്ടുണ്ട്. ആ സമയത്ത് ഐ സിറ്റ് വിത്ത് ദ ലോർഡ്. അത് ഒരു പ്രാക്ടീസായിട്ട് ഇപ്പോൾ അങ്ങ് തീർന്നിരിക്കുക. കാരണം കോവിഡിൻ്റെ ടൈമിൽ തുടങ്ങിയതാണ്. പക്ഷേ നമുക്ക് ഒരു കാര്യം അതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്, അതിനുശേഷം 7 to 7:30 ഞങ്ങൾ 5 സിസ്റ്റേഴ്സ് ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഒരു ദിവസവും മുടങ്ങത്തില്ല. എനിക്ക് തോന്നുന്നു ഞാനത് നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടെന്ന്. എന്നാലും പരിശുദ്ധാത്മാവ് വീണ്ടും ഇതൊക്കെ ഓർമ്മിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുക. ഇതൊക്കെ ഞാൻ തുറന്നു പറഞ്ഞാൽ എൻ്റെ സ്പിരിച്വൽ ലൈഫിനെ ഷേപ്പ് ചെയ്തിട്ടുണ്ട്, എൻ്റെ മെൻ്റൽ ഹെൽത്തിനെ ഷേപ്പ് ചെയ്തിട്ടുണ്ട്, എൻ്റെ ഇമോഷണൽ വെൽനെസ്സിനെയും അത് ഷേപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഓർക്കും, അത്രയും നേരത്തെ ഒന്നും എണീക്കാൻ പറ്റത്തില്ല, സമയം കിട്ടിയാൽ പോലും വലിയ പാടാണ് എല്ലാ ദിവസവും അങ്ങനെ ചെയ്യാൻ. മോർണിംഗ്സ് ആർ നോട്ട് ടൈംസ് ഫോർ യു ടു ബി വിത്ത് ദ ലോർഡ്. അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? ദേ ആർ ടൈംസ് ഓഫ് സ്ട്രെസ്, ആങ്സൈറ്റി ആൻഡ് ബിസിനസ്. അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? ഞാൻ പറയട്ടെ, പ്രൈസ് ഗോഡ്, എല്ലാ മോർണിംഗ്സും എൻജോയ് ചെയ്തുകൊണ്ടുള്ള ഒരു മോർണിംഗ് പേഴ്സണായിട്ട് നിങ്ങൾ മാറണമെന്നല്ല പറയുന്നത്. പക്ഷെങ്കിൽ അല്പസമയം മിണ്ടാതെ ദൈവസന്നിധിയിലായിരിക്കുന്നത്, ദൈവവുമായിട്ടുള്ള ആ കോണ്ടാക്റ്റിൽ നാം ഇരിക്കുന്നത് ഒത്തിരി നല്ലതാണ്. എനിവൺ ക്യാൻ എൻജോയ് മോർണിംഗ്സ്, പ്രൈസ് ഗോഡ്. പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ, വി ജസ്റ്റ് നീഡ് ടു സ്റ്റാർട്ട് വിത്ത് ദ റൈറ്റ് ഗോൾ ഫോർ അവർ മോർണിംഗ്സ്. ഹല്ലേലൂയ. അതുകൊണ്ട് ധൃതി പിടിച്ച് ബിസിയായി പല കാര്യങ്ങളും ചെയ്യുവാൻ കഴിയാതെയായി ദൈവത്തോടുള്ള അടുപ്പവും ആ ധ്യാനവും അവനോടുള്ള സ്നേഹവും എക്സ്പ്രസ് ചെയ്യാൻ കഴിയാതെ മുന്നോട്ട് പോകരുതേ. പലരും വർക്കൗട്ടൊക്കെ ചെയ്യുമല്ലോ അതിരാവിലെ, അല്ലേ? ഹല്ലേലൂയ. എന്നാൽ ബൈബിൾ പറയുന്നു, അതികാലത്ത് നാം ദൈവമുഖം അന്വേഷിക്കണമെന്ന്. ബൈബിൾ നമ്മോട് പറയുന്നു, ഓരോ ദിവസവും രാവിലെ നാം ദൈവത്തിന് സ്തുതി പാടണമെന്ന്. ദൈവത്തിൻ്റെ ആ സ്റ്റെഡ്ഫാസ്റ്റ് ലവ് ഉണ്ടല്ലോ, ആ നിലനിൽക്കുന്ന സ്നേഹം, ആ നിത്യസ്നേഹം, അതിനെ ഒന്ന് ഓർക്കുവാനും ഡിക്ലെയർ ചെയ്യുവാനും നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങളെ അവൻ്റെ മേലൊന്ന് ഇറക്കി വെക്കാനും കഴിയണമേ. ദ മോർണിംഗ്സ് ആർ നോട്ട് എ ടൈം ടു ക്രാം ഇൻ എ ബിസി ഷെഡ്യൂൾ. ദ ഗോൾ ഈസ് ടു റിന്യൂ അവർ പെർസ്പെക്റ്റീവ്. ഹല്ലേലൂയ. ഞാൻ ചില വാക്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് ഓർമ്മിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. റോമാലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം. റോമൻസ് ചാപ്റ്റർ 12 വേഴ്സ് 2. 90-ാം സങ്കീർത്തനം അതിൻ്റെ 14-ാം വാക്യം എന്തുവാ പറയുന്നത്? കാലത്ത് തന്നെ ഞങ്ങളെ നിൻ്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ, എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ച് ആനന്ദിക്കും. ആനന്ദിക്കും എന്നല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്, ഘോഷിച്ച് ആനന്ദിക്കും. കാരണം അതിരാവിലെ നാം ദൈവമുഖം അന്വേഷിക്കുമ്പോൾ നമുക്ക് തൃപ്തി തരുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. തൃപ്തി മനുഷ്യരുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്നു തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. മനസ്സ് രൂപാന്തരപ്പെട്ട് മുന്നോട്ട് നീങ്ങുവാൻ തക്കവണ്ണം
ദൈവം സഹായിക്കും തീർച്ചയായിട്ടും. സങ്കീർത്തനം 5:3 പറയുന്നു, യഹോവേ രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. ദാവീദിനത് പറയാൻ കഴിഞ്ഞ എന്തുകൊണ്ടാണ്? ദാവീദ് രാവിലെ കാലം ഒരുക്കത്തോടെ ദൈവസന്നിധിയിൽ കാത്തിരിപ്പാൻ തക്കവണ്ണം മനസ്സ് വെച്ച് റെഡി ആയതുകൊണ്ടാണ് അല്ലേ? ഓരോ ദിവസവും നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷേ ആദ്യം തന്നെ കുഞ്ഞെ യു കണക്ട് വിത്ത് ദ ലോഡ്. എന്നിട്ട് ആ ദൈവത്തോട് നമ്മളിപ്പോൾ റോമാലേഖനത്തിൽ വായിച്ച വാക്യം പോലെ നമ്മുടെ മനസ്സിനെ ഒന്ന് റിന്യൂ ചെയ്യാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ദിവസത്തെ ശരിയായ രീതിയിൽ അപ്രോച്ച് ചെയ്യുവാൻ തക്കവണ്ണം പറ്റും. ഇല്ല എങ്കിൽ നമ്മുടെ മനസ്സിൽ പിന്നെയും ഭയത്തിൻ്റെ ആ വെയിറ്റ്, പലവിധമായിട്ടുള്ള ചിന്തകൾ, വറി, അത് നമ്മൾ ക്യാരി ചെയ്തുകൊണ്ട് മുന്നോട്ട് നടക്കും. കറക്റ്റാണ് അത് കേട്ടോ. ഹല്ലേലൂയ. എന്നാൽ ദൈവവുമായിട്ട് രാവിലെ ഒന്നുകൂടെ റീകണക്റ്റ് ചെയ്തേച്ച് നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ, നമ്മുടെ മനസ്സ് ദൈവത്തെ ഏൽപ്പിക്കുവാണെങ്കിൽ, പ്രൈസ് ഗോഡ്, പ്രത്യാശ നമ്മുടെ മനസ്സിലേക്ക് നിറയും. ഹോപ്പ് കൊണ്ട് നമ്മുടെ മനസ്സ് നിറയ്ക്കുവാൻ തക്കവണ്ണം ദൈവം ശക്തനാണ്. ചില ചിന്തകളൊക്കെ നമ്മളെ ഡ്രെയിൻ ഔട്ട് ചെയ്യുന്നതുണ്ട് അല്ലേ? എന്നാൽ അവിടെയൊക്കെ പ്രത്യാശ നമുക്ക് റീസപ്ലൈഡായി തീരും. ജോയ് നമുക്ക് റീസപ്ലൈഡായിട്ട് തീരും. അത് നമ്മുടെ ഓരോ ദിവസത്തിലും ആവശ്യമാണ്. അതുകൊണ്ട് ഇന്നിത് കേട്ടിട്ട് നാളെ മുതൽ ഒന്ന് ചെയ്തേ. ഹല്ലേലൂയ. നമ്മുടെ റിന്യൂഡ് പേഴ്സ്പെക്റ്റീവ് ഓരോ ദിവസവും ഓരോ ലക്ഷ്യത്തിലേക്കുള്ളത് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കേ. ഹല്ലേലൂയ. തീർച്ചയായിട്ടും രാവിലെ കാലം ഒരു ജയത്തിൻ്റെ രാവിലെ കാലമാക്കി ദൈവം തരും. അങ്ങനെ നല്ല കാഴ്ചപ്പാടോടെ മുന്നോട്ട് പോകുമ്പോൾ ആ ദിവസം മുഴുവനും നമ്മുടെ ജീവിതത്തിൽ ജയമാക്കി ദൈവം തരും. അതെത്ര സന്തോഷമുള്ള കാര്യമാണ് അല്ലേ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കാരണം തലേ ദിവസത്തിലെ പ്രയാസങ്ങൾ, തലേ ദിവസമുണ്ടായ ഷെയിം, തലേ ദിവസമുണ്ടായ അസ്വസ്ഥതകൾ, അതെല്ലാം രാവിലെ കാലം നമ്മുടെ മനസ്സിലേക്ക് അങ്ങ് പൊങ്ങി വരാൻ തുടങ്ങും അല്ലേ? നമ്മളൊക്കെ വളരെ മിടുക്കരാണ് നമ്മുടെ കഴിഞ്ഞ കാലത്തെ തെറ്റുകളൊക്കെ നമ്മുടെ മനസ്സിൽ ഒന്നുകൂടെ റീപ്ലേ ചെയ്യാനായിട്ട് അല്ലേ? എന്നിട്ട് നമ്മൾ അതിനെ എടുത്തുകൊണ്ട് നടക്കും. എങ്ങനെയാണ്? ചങ്ങല വഹിച്ച് ധരിക്കുന്നത് പോലെ അതിനെ നമ്മൾ റീപ്ലേ ചെയ്ത് ചുമന്നുകൊണ്ട് പകൽക്കാലം നടക്കും അല്ലേ? ഈ മക്കളെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മോർണിംഗ്സ് ഒരു നല്ല സമയമാണ്. ഒരു റിന്യൂഡ് പേഴ്സ്പെക്റ്റീവ് ദൈവവുമായിട്ട് സ്ഥാപിച്ചെടുത്തിട്ട് നല്ല ലക്ഷ്യത്തോടെ ഓരോ രാവിലെ കാലവും നമ്മൾ തുടങ്ങുവാണെങ്കിൽ ഇന്നലകളിലുണ്ടാക്കിയ തെറ്റുകളുടെ മേലൊക്കെ നമുക്ക് ജയമെടുത്ത് ഒരു പുതുക്കത്തോടെ ജീവിപ്പാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. ഇങ്ങനൊരു ഫിനോമിന ഉണ്ട്. അതിനിങ്ങനെയാണ് പറയുന്നത്, ഫ്രഷ് സ്റ്റാർട്ട് ഇഫക്റ്റ്. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ഫ്രഷ് സ്റ്റാർട്ട് ഇഫക്റ്റ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതായത് നമ്മൾ മോട്ടിവേറ്റഡ് ആകുക. പ്രൈസ് ഗോഡ്. ഒരു സ്ലേറ്റ് എങ്ങനെ നമ്മൾ നനഞ്ഞ തുണി കൊണ്ട് തുടച്ച് ക്ലീൻ ആക്കുമോ അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെ നാം ഒന്ന് ക്ലീൻ ആക്കുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ടെമ്പറലായിട്ടുള്ള ചില തീരുമാനങ്ങളൊക്കെ നാം എടുക്കും. എന്നാൽ എത്രത്തോളം ഒക്കെ നിലനിൽക്കുമെന്ന് എനിക്കറിയില്ല, എത്രത്തോളം ദിവസങ്ങൾ നമുക്ക് ഫോളോ ചെയ്യുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ടെമ്പറൽ തീരുമാനമെന്ന്. പ്രൈസ് ഗോഡ്. ഞാൻ പറയട്ടെ, ബർത്ത്ഡേ വരുമ്പോൾ, ആനിവേഴ്സറി വരുമ്പോൾ, ന്യൂ ഇയർ വരുമ്പോഴൊക്കെ നമ്മൾ തീരുമാനമെടുക്കുന്നവരാണ്. പ്രൈസ് ഗോഡ്. എന്നാൽ ഒരു ക്ലീൻ സ്ലേറ്റ് നമ്മുടെ ജീവിതത്തിൽ നാം മേക്ക് ചെയ്ത്, ഹല്ലേലൂയ, കീപ്പ് ചെയ്ത് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്കൊരു ആക്ഷൻ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഫ്രഷ് സ്റ്റാർട്ട് എഫക്റ്റ് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ പാസ്റ്റ് മിസ്റ്റേക്സിൽ നിന്നൊക്കെ നാം നമ്മെ തന്നെ ഒന്ന് അകറ്റി നിർത്തണം, നാം ഒന്ന് അകലണം. പ്രൈസ് ഗോഡ്. എന്നിട്ട് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ വരുത്തിയ ചില തെറ്റുകളൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്ന് നമ്മൾ മുന്നോട്ടങ്ങ് നീങ്ങണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സുവിശേഷങ്ങളിൽ ദൈവം പറഞ്ഞിരിക്കുന്ന ഓരോ മൊഴികളും, ദൈവം പറഞ്ഞിരിക്കുന്ന ഓരോ വചനങ്ങളും നമ്മളെ തീർച്ചയായിട്ടും കരുണയണിയിച്ച് പുതുക്കം തന്ന് മുന്നോട്ട് നടത്തുന്നതാണ്. പ്രൈസ് ഗോഡ്. ഓരോ ദിവസവും നാം അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവമുഖം കണ്ടുകൊണ്ട് അവൻ്റെ ദയയിൽ സ്തുതി കരയറ്റിക്കൊണ്ട് നാം ഒരു റിന്യൂഡ് പേഴ്സ്പെക്റ്റീവായിട്ട് മുന്നോട്ട് പോകണം. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്നറിയാം? നമ്മുടെ പഴയ പാപങ്ങളെല്ലാം നമുക്ക് പുറയിലേക്ക് വലിച്ചെറിയാനായിട്ട് പറ്റും, പുറയിലേക്ക് വലിച്ചെറിയാൻ തക്കവണ്ണം പറ്റും. ഹല്ലേലൂയ. നമ്മളതെല്ലാം ദൈവസന്നിധിയിൽ ഏറ്റു പറയുമ്പോൾ ദൈവം നമ്മളോട് സകല പാപങ്ങളും കുറ്റങ്ങളും കുറവുകളും ക്ഷമിച്ചു തരും. അങ്ങനെ ഓരോ ദിവസവും ഒരു ഫ്രഷ് സ്റ്റാർട്ട് എൻജോയ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ തക്കവണ്ണം സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ
ഞങ്ങളുടെ മനസ്സിനെ ഒന്ന് പുതുക്കുവാൻ, ഞങ്ങളൊരു ക്ലീൻ സ്ലേറ്റായി തീരുവാൻ, ആവശ്യമാകുന്ന ട്രാൻസ്ഫോർമേഷനൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ, ഹല്ലേലൂയ, അങ്ങനെ കർത്താവേ പുതിയ ലക്ഷ്യങ്ങളിൽ പുതിയ മാനം കണ്ടെത്തുവാൻ തക്കോണം ദൈവത്തിൻ്റെ പുതിയ കൃപയും ദൈവത്തിൻ്റെ പുതിയ ബലവും ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കുമാറാകണമേ. കർത്താവ് ഓരോരുത്തരെയും അനുഗ്രഹിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. പ്രൈസ് ലോർഡ്.